ആഴത്തിൽ നിന്നു ഞാൻ വിളിക്കുന്നു, അങ്ങേ നോക്കി പരമ്പൊരുളേ. മാമകരോദനം കേട്ടിടുവാൻ ദൈവമേ നീ ചെവിചായ്ക്കൂ, ദൈവമേ നീ ചെവിചായ്ക്കൂ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 27-ാം വാക്യം. ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു. ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു. അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരും ആക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളെ പൂർണ്ണമായും പരിശുദ്ധ മറിയത്തിന് അടിയറ വയ്ക്കുക. വിശുദ്ധ കുർബാനകളും ദിവ്യകാരുണ്യ സ്വീകരണങ്ങളും ഉപവാസങ്ങളുമാകുന്ന സമ്മാനങ്ങൾ അവൾക്ക് നൽകുക. അവളുടെ മഹത്വമേറിയ നന്മകളെ അനുകരിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ശുദ്ധീകരണ സ്ഥലത്തെ ഭയപ്പെടേണ്ടതില്ല. ദൈവത്തിൻ്റെ ഹിതത്തിനനുസൃതമായ യഥാർത്ഥ അനുതാപവും യോഗ്യതയും നിങ്ങളുടെ അവസാന രോഗാവസ്ഥയിൽ ഒരുപാട് ക്ഷമയും ദൈവത്തെ സ്നേഹിക്കുവാനുള്ള വിശുദ്ധവും തീക്ഷ്ണവുമായ ആഗ്രഹവും ശുദ്ധീകരണ സ്ഥലത്തെ പോലെ നമ്മുടെ ആത്മാവിലെ കറകൾ തുടച്ചു നീക്കുകയും നേരെ സ്വർഗത്തിലേക്ക് പോകുവാൻ പ്രാപ്തമാക്കും. നമ്മളെ ഈ അവസ്ഥയിൽ തന്നെ ശുദ്ധീകരിക്കുകയും ചെയ്യുവാനുള്ള പ്രത്യേകമായ സഹായം അവൾ നിങ്ങൾക്ക് നേടിത്തരും. നീതിയുടെ മാതാവും സ്വർഗത്തിൻ്റെ ചക്രവർത്തിനിയും ലോകത്തിൻ്റെ രാജ്ഞിയുമായ പരിശുദ്ധ കന്യകയ്ക്കല്ലാതെ ആർക്കാണിതിന് കഴിയുക? വിചിന്തനം. തൻ്റെ മകനായ യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധ മാതാവ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ സ്നേഹിക്കുന്നു. ഇപ്രകാരം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുക. ഓ പരിശുദ്ധ മറിയമേ, ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ഞങ്ങളുടെ അമ്മേ, നിന്നിൽ അഭയം പ്രാപിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥന. നിത്യപിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏക കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ശുദ്ധാത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള എല്ലാ പാപികൾക്ക് വേണ്ടിയും തിരുസഭയിലുള്ള എല്ലാ പാപികൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലുള്ളവർക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെക്കുന്നു. പ്രിയമുള്ളവരെ, ശുദ്ധീകരണ സ്ഥലത്തെ സ്നേഹിതരെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ അർപ്പിച്ച പ്രാർത്ഥനയുടെ അവസാന നാളുകൾ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഈ ദിനം നിങ്ങളോടൊപ്പം ഞാനുള്ളത്. ആവേ മരിയ പ്രെയർ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഒത്തുചേർന്ന് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ഹൃദയമൊരുകി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ഉണ്ടാകും. ഈ പ്രാർത്ഥനയിൽ സഹകരിച്ച, വിവിധ ദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് സഹകരിച്ച പ്രിയ ദൈവജനത്തിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അതോടൊപ്പം ഈ പ്രാർത്ഥന കേൾക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവർക്കും ഏറെ നന്ദി അറിയിക്കുന്നു. ഇവയെല്ലാം ദൈവരാജ്യത്വത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി നമ്മൾ ഒത്തുചേർന്ന് ഒരു സമൂഹമായിട്ട് അൽമായ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരുക്കിയെടുത്തതാണ്. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട രൂപത ബിഷപ്പ് തോമസ് നെറ്റോ പിതാവിനെയും ബഹുമാനപ്പെട്ട പുനലൂർ രൂപത ബിഷപ്പ് സിൽവസ്റ്റർ പൊന്നുമുത്തത്തെയും ബഹുമാനപ്പെട്ട ക്രിസ്തുദാസ് പിതാവിനെയും ഇവരെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികനായ ആൻഡോ ഡൈനേഷ്യസ് SJ, അദ്ദേഹത്തിൻ്റെ വളരെ ആത്മാർത്ഥത നിറഞ്ഞ സഹകരണമാണ്. നിരവധി പ്രാർത്ഥനകൾ അദ്ദേഹം നമുക്ക് വേണ്ടി എത്തിച്ചു. അദ്ദേഹത്തെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. സെൻറ്റ് ക്രിസ്റ്റഫർ ചർച്ച് ശ്രീകാര്യത്തിലെ ബഹുമാനപ്പെട്ട നോയൽ പാട്രിക് സാറിനെ നമുക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഏക നന്മയായിരിക്കുന്ന ഈശോയെ, അങ്ങ് ഞങ്ങളുടെ പാപങ്ങളെ തിരുത്തോളിന്മേൽ സ്ലിവയോടുകൂടെ ചുമന്നുവല്ലോ. ഈ അറുതിയില്ലാത്ത സ്നേഹത്തെക്കുറിച്ച്
മരിച്ച ആത്മാക്കൾക്ക് കൃപ ചെയ്യണമേ. വിശേഷിച്ച് ഒരാശ്വാസവുമില്ലാതെ കിടക്കുന്നവരുടെ മേൽ അധികം അലിവായി അവർക്ക് ക്ഷണത്തിൽ സ്വർഗപ്രവേശം അനുഭവിക്കുവാൻ അനുഗ്രഹം ചെയ്തരുളണമേ. ആമേൻ. കർത്താവായ ദൈവമേ, ഈ പ്രാർത്ഥനയ്ക്ക് എന്നോടൊപ്പം ചേർന്ന എല്ലാ പ്രിയമക്കളെയും നിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വ്യഥകളെ, അവരുടെ നിയോഗങ്ങളെ, അവരുടെ സ്വപ്നങ്ങളെ ഒക്കെ നിൻ്റെ മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവേ, നീ അവരുടെ അപേക്ഷകൾ കൈക്കൊള്ളണമേ. നിൻ്റെ പുത്രനായ നസ്രയേലിൻ്റെ രാജാവായ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് അവർക്ക് ഈ അനുഗ്രഹങ്ങൾ നേടിക്കൊടുക്കണമേ. ആമേൻ. പാപങ്ങളവിടുന്നു സ്മരിച്ചിടുകിൽ, പാരിതിലാരു നിലനിൽക്കും. പാപങ്ങളവിടുന്നു സ്മരിച്ചിടുകിൽ, പാരിതിലാരു നിലനിൽക്കും. ജഗദീശാനിൻ സവിധത്തിൽ കരുണയും കൃപയും ഞാൻ കാണുന്നു. ജഗദീശാനിൻ സവിധത്തിൽ കരുണയും കൃപയും ഞാൻ കാണുന്നു.